പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധമായൊരു പ്രാർത്ഥന കാണുന്നുണ്ട് നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ. കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ തന്നെ അവനെ കരങ്ങളിലെടുത്ത് അവൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. അവനെ വഴിയൊരുക്കാൻ അവന് മുൻപേ നീ പോകും. എന്തൊരു മനോഹരമായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ഒരു അപ്പന്, ഒരു അമ്മയ്ക്ക് ഒക്കെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രാർത്ഥന. കർത്താവിൻ്റെ വഴികാട്ടിയായി ഇവൻ മാറട്ടെ എന്നുള്ള പ്രാർത്ഥന. അങ്ങനെയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. എല്ലാ കാര്യങ്ങളും കർത്താവ് പറയണതനുസരിച്ചാണ്, ഈശോയുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നടക്കുന്നത്. പക്ഷേ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമല്ലോ കൂടെയുള്ളവർക്ക് വേണ്ടിയിട്ട്. കർത്താവെ, അവരെ അങ്ങയോട് ചേർന്ന് നിൽക്കാനായിട്ട് സഹായിക്കണമേ എന്ന്. ഒന്നാമത്തെ വായനയിൽ നമ്മളത് കാണുന്നുണ്ട്. ദാവീദിന് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാനായിട്ടൊരാഗ്രഹം, വളരെ ജെന്യുവിനായിട്ടുള്ളൊരു ആഗ്രഹമാണ്. നമ്മളത് കാണുന്നുണ്ട്. അക്കാലത്ത് ദാവീദ് കൊട്ടാരത്തിൽ വസിക്കുകയും ശത്രുക്കളിൽ നിന്ന് കർത്താവ് അവന് സ്വസ്ഥത നൽകുകയും ചെയ്യുമ്പോൾ അവൻ നാഥാൻ പ്രവാചകനോട് പറയുന്നുണ്ട്, ദേവദാരു കൊണ്ടുള്ള കൊട്ടാരത്തിൽ ഞാൻ വസിക്കുന്നു, ദൈവത്തിൻ്റെ പേടകമോ വെറുമൊരു കൂടാരത്തിലിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നമുക്കൊരു കൂടാരം പണിയാം. ജെന്യുവിനാണ്. ഞാൻ ഇത്ര വലിയൊരു പണിമാളികയിൽ ജീവിക്കുമ്പോൾ എൻ്റെ കർത്താവ് ഇങ്ങനെ സാധാരണ സ്ഥലത്തിരുന്നാൽ പോരാ. പക്ഷേ അന്ന് രാത്രി കർത്താവ് അവനോട് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടി ആലയം പണിയില്ല, നിന്നെയല്ല ഇത് ഏൽപ്പിച്ചിരിക്കുന്നത്. നാഥാനോട് ഇത് പറയുന്ന നേരത്ത് നാഥാൻ പറയുന്ന കാര്യം യുക്തം പോലെ ചെയ്തു കൊള്ളുക, കർത്താവ് നിന്നോട് കൂടെയുണ്ടെന്നുള്ളതാണ്. നമ്മുടെ റോൾ ഇവിടെയാണ്. നമ്മുടെ റോള് നാഥാൻ്റെ റോളാണ്. ഒരാൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തീരുമാനമെടുക്കാനായിട്ടുള്ള സമയത്ത് അവരോട് പറഞ്ഞേക്കുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. യുക്തം പോലെ ചെയ്തു കൊള്ളുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ശരിയായ തീരുമാനമെടുത്ത് മുന്നോട്ട് പൊക്കൊള്ളുക, ദൈവം നിന്നോട് കൂടെയുണ്ട്. ആ കൂടെയുള്ള ദൈവം അവർക്ക് തെളിച്ചം നൽകും, അവരോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർക്ക് കൃത്യമായി വഴികാട്ടിയാകും. നീയല്ല എനിക്ക് വേണ്ടി ആലയം പണിയേണ്ടത്. ഇവിടെ അങ്ങനെ നാഥാന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് സഖറിയയാണ്. നീയോ കുഞ്ഞെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് തൻ്റെ കുഞ്ഞിനെ തീരെ ചെറുപ്പത്തിലെ എടുത്ത് സ്വർഗത്തിലേക്ക് ഉയർത്തി ഇയാൾ കാണുന്ന സ്വപ്നം ഒരു പ്രാർത്ഥനയായി ഇങ്ങനെ നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ നിറയുന്നത് കാണുന്നുണ്ട്. ആ സ്വപ്നം ഫലിക്കുകയും ചെയ്യുന്നു. അത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ആളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ ഹിതമായിരുന്നു. എന്തും ആയിക്കോട്ടെ, കർത്താവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ വിട്ടുകൊടുക്കുക. പ്രാർത്ഥിക്കാനുള്ളതും പ്രോത്സാഹിപ്പിക്കാനുള്ളതും നമ്മുടെ കടമയാണ്. ഇനി കർത്താവിന് വിട്ടുകൊടുത്തേക്കുക എന്നുള്ളത് അവരെ ഓർമ്മപ്പെടുത്താനുള്ളതും നമ്മുടെ ബാധ്യതയാണ്. ഒരിക്കലും ഇങ്ങനെ ഇന്നതേ നടക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ഈ കുഞ്ഞുങ്ങളെയും കൂട്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായിട്ടാണ് ചില സമയങ്ങളിൽ നിൽക്കുന്നതെങ്കിലോ. എനിക്ക് ഇന്നത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളതല്ല പറയണേ. നേരെ മറിച്ച് കൂടെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും ദൈവം ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അവരെ പഠിപ്പിക്കണം. ഇന്ന് 24-ാം തീയതി ക്രിസ്തുമസിൻ്റെ തലേ ദിവസം നമ്മൾ വലിയ സന്തോഷത്തോടുകൂടെ ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദിവസങ്ങൾ. കുഞ്ഞുങ്ങളെ ഇങ്ങനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ചേർത്ത് പിടിച്ച് കർത്താവെ അവിടുത്തെ ഇഷ്ടം ഇവരിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഈ പുൽക്കൂട്ടിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരെത്ര വലുതായിക്കോട്ടെ, ആ മക്കളെ എല്ലാവരെയും ചേർത്ത് വെച്ച് ആ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട, സ്വപ്നം കാണേണ്ട ദിവസം. കർത്താവെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ പ്രവാചകന്മാരായി, അങ്ങേക്ക് വഴികാട്ടികളായി അവർ വളർന്നു വരട്ടെ എന്നുള്ള വലിയ സ്വപ്നം ഞങ്ങൾ ഈ വലിയ ദിവസത്തിൽ, മനോഹരമായിട്ടുള്ള ഈ ദിവസത്തിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അങ്ങയുടെ പുൽക്കൂട്ടിലേക്ക് ചേർത്ത് നിർത്തണമേ, അങ്ങയോട് ചേർത്ത് നിർത്തണമേ. അങ്ങയുടെ പ്രവാചകന്മാരായി ജീവിക്കാനുള്ള അഭിഷേകവും കൃപാവരവും നൽകി ഈ മക്കളെ ആശീർവദിക്കണമേ. ശരിക്കും ക്രിസ്തുമസ് ഈ മക്കൾക്ക് വേണ്ടി, നമ്മളിൽ നിന്ന് പിറന്നിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ദിവസം തന്നെയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന വിശുദ്ധമായിട്ടായിരിക്കട്ടെ. സ്വപ്നം കാണുന്നത് ദൈവത്തിന് ഇവരെ ഉപകരിക്കുന്ന വിധത്തിലായിരിക്കട്ടെ. ഇപ്പോഴും നമ്മൾക്കത് പറ്റിയിട്ടില്ല. നമ്മൾ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കാനോ ദൈവത്തിന് വേണ്ടി ഇവരുടെ ജീവിതം ഉപകാരപ്പെടാൻ വേണ്ടിയോ നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല.
ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള ഈ ദിവസം അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. വിശുദ്ധമായ സ്വപ്നങ്ങളുമായി പ്രാർത്ഥനയുമായി തങ്ങളുടെ കുഞ്ഞുങ്ങളെ തന്നിലേക്ക് ഉയർത്തുന്ന മനുഷ്യരിലേക്ക് തീർച്ചയായും കർത്താവിൻ്റെ ഹൃദയപൂർവകമായ കടാക്ഷം ഉണ്ടാവുക തന്നെ ചെയ്യും. സ്വർഗം അനുഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ആശീർവാദത്തിനായി മുട്ടിന്മേൽ നിൽക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഉറക്കത്തിലേക്ക് പോകും മുൻപ് പ്രിയപ്പെട്ടവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് അവർക്ക് വേണ്ടി ദൈവത്തിന് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഇവരുടെ ജീവിതം മാറ്റി തീർക്കണമേ തമ്പുരാനെ എന്നുള്ള വിശുദ്ധമായ പ്രാർത്ഥനയും സ്വപ്നവുമായി നമുക്ക് ഇന്നത്തെ ഉറക്കത്തിലേക്ക് പോകണം. കർത്താവ് അവരെ തൻ്റേതാക്കി മാറ്റാൻ, തൻ്റെ സാക്ഷിയാക്കി മാറ്റാൻ, തൻ്റെ സ്വന്തമാക്കി പ്രവാചകന്മാരാക്കി മാറ്റാൻ മനസ്സാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി കാണാവുന്ന ഏറ്റവും നല്ല സ്വപ്നം അവർ ദൈവത്തിൻ്റെതായി മാറട്ടെ എന്നുള്ളത് തന്നെയാണ്. ആ ഒരു വിശുദ്ധമായ സ്വപ്നത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് കിടക്കകളിലേക്ക് പോകാം. സ്വർഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.